കേൾക്കുന്നുണ്ടോ ഋഷ? കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. സോ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ് സോഷ്യൽ സയൻസ് ഫാക്കൽറ്റീന്റെ അണ്ടറിൽ വരുന്നത് എന്നുള്ളത് അമൻഷ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം അമൻഷ പറഞ്ഞതുപോലെ ഏകദേശം 7 ഡിപ്പാർട്ട്മെന്റുകളാണ് നമുക്ക് സോഷ്യൽ സയൻസ് ഫാക്കൽറ്റീന്റെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റുകൾ. പിന്നെ എക്സ്ട്രാ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ജാമ്യയിലെ സാക്കിർ ഹുസൈൻ ലൈബ്രറിന്റെ അണ്ടറിൽ നമുക്ക് കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇങ്ങനെ ഒരു 8ഓളം സാക്കിർ ഹുസൈൻ ലൈബ്രറി കൂട്ടി 8ഓളം ഡിപ്പാർട്ട്മെന്റുകളാണ് സോഷ്യൽ സയൻസ് ഫാക്കൽറ്റീന്റെ അണ്ടറിൽ വരുന്നത്. ഇപ്പം ഞാൻ അമൻഷ ഓൾറെഡി UG കോഴ്സുകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇനി വരുന്ന ഈ ഒരു സോഷ്യൽ സയൻസ് ഫാക്കൽറ്റീന്റെ അണ്ടറിൽ വരുന്ന PG കോഴ്സുകളെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സോ അതിൽ ഫസ്റ്റത്തെ ഡിപ്പാർട്ട്മെന്റ് എക്സ്റ്റൻഷൻ അഡൽട്ട് ആൻഡ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആൻഡ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡിപ്പാർട്ട്മെന്റിന്റെ പേര് അഡൽട്ട് ആൻഡ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. അതിൽ വരുന്ന കോഴ്സ് ഡെവലപ്മെന്റൽ എക്സ്റ്റൻഷൻ ആണ്. ഇതാണ് MA ഡെവലപ്മെന്റൽ എക്സ്റ്റൻഷൻ. ഇതാണ് ഈ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ്. പിന്നെ അതുപോലെ അടുത്തൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് MCOM അവൈലബിൾ ആണ്. അമൻഷ മുന്നേ BCom BBA കാര്യം സൂചിപ്പിച്ചു. അപ്പം അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, BCom 2 തരത്തിലുള്ള BCom അവൈലബിൾ ആണ്. ഒന്ന് റെഗുലർ BCom അതുപോലെ തന്നെ BCom സെൽഫ് ഫൈനാൻസ്ഡ് ആയിട്ട് നമുക്ക് BCom അവൈലബിൾ ആണ്. സോ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ MCOM ആണ് മാസ്റ്റർ പ്രോഗ്രാം ആയിട്ട് ജാമ്യ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ്. പിന്നെ അടുത്ത ഡിപ്പാർട്ട്മെന്റ് MA എക്കണോമിക്സ്, അതുപോലെ തന്നെ MSc ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ അനാലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു PG കോഴ്സ് കൂടി അവൈലബിൾ ആണ്. സോ ഇതാണ് എക്കണോമിക് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. MA ഇൻ എക്കണോമിക്സ് അതുപോലെ തന്നെ MSc ഇൻ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ അനാലിറ്റിക്സ് എന്ന് പറയുന്ന 2 കോഴ്സുകൾ. ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് സോഷ്യൽ വർക്ക്. നിങ്ങൾ പലരും ജാമ്യ കൂടുതൽ ആസ്പിരൻസ് കൂടുതൽ നോക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയായിരിക്കും സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ MA സോഷ്യൽ വർക്ക് അഥവാ MSW, പിന്നെ അതുപോലെ MA HRM, MA ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഈ 2 കോഴ്സുകളാണ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന 2 കോഴ്സുകളായിട്ട് പറയുന്നത്. പിന്നെ അടുത്തൊരു ഡിപ്പാർട്ട്മെന്റ് സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിൽ MA ഇൻ സോഷ്യോളജി, MA സോഷ്യോളജി മാത്രമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന PG കോഴ്സുകൾ. പിന്നെ അടുത്ത ഡിപ്പാർട്ട്മെന്റ് പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ 3 കോഴ്സുകൾ PG കോഴ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് MA പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ തന്നെ MA ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എഡ്യൂക്കേഷൻ, പിന്നെ മൂന്നാമത്തെ കോഴ്സ് MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇങ്ങനെ 3 കോഴ്സുകളാണ് പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ. പിന്നെ അടുത്തൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് സൈക്കോളജി. സൈക്കോളജിയിൽ നമുക്ക് MA അപ്ലൈഡ് സൈക്കോളജിയും BA ഹോണേഴ്സ് സൈക്കോളജിയും പിന്നെ PhD പ്രോഗ്രാമും ആണ് ഉള്ളത്. അപ്പം അവിടെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മാസ്റ്റേഴ്സ് കോഴ്സ് MA അപ്ലൈഡ് സൈക്കോളജി ആണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ സാക്കിർ ഹുസൈൻ ലൈബ്രറിയുടെ അണ്ടറിൽ നമുക്കൊരു കോഴ്സ് വരുന്നുണ്ട്. ഒന്നല്ല 2 കോഴ്സ് വരുന്നുണ്ട്. അതിൽ പ്രധാനമായും മാസ്റ്റേഴ്സ് ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, നേരത്തെ പറഞ്ഞ ബാച്ചിലേഴ്സിന്റെ മാസ്റ്റേഴ്സ് കോഴ്സും അതുപോലെ തന്നെ ഒരു PG ഡിപ്ലോമ കോഴ്സ് വരുന്നുണ്ട്. PG ഡിപ്ലോമ ഇൻ പ്രിസർവേഷൻ, കൺസർവേഷൻ ആൻഡ് ഡിജിറ്റലൈസേഷൻ ഇൻ ലൈബ്രറീസ് ആൻഡ് ആർക്കീവ്സ് എന്നുള്ളതാണ് ആ ഒരു PG ഡിപ്ലോമയുടെ ഒരു മുഴുവൻ പേര് വരുന്നത്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലൈബ്രറി സയൻസിൽ മാസ്റ്റേഴ്സ് ചെയ്യുമ്പം അത് 2 സെമ്മിന്റെ കോഴ്സ് ആണ്. 1 ഇയർ മാത്രമേ നിങ്ങൾക്ക് കോഴ്സ് ഉണ്ടാവുകയുള്ളൂ. അപ്പം നമ്മൾ ഏതൊക്കെ ആ ഡിപ്പാർട്ട്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ സംസാരിച്ചു. ഇനി അടുത്തത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് ഉണ്ടാവാൻ പോകുന്ന ഒരു കാര്യം CUT PGയുടെ അണ്ടറിൽ വരുന്ന സോഷ്യൽ സയൻസ് ഫാക്കൽറ്റിയിൽ ഉൾപ്പെടുന്ന കോഴ്സുകൾ ഏതെല്ലാമാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പം ഇപ്രാവശ്യം CUT PGയുടെ അണ്ടറിൽ ഒരു ജാമ്യയിലെ ഒരു സോഷ്യൽ സയൻസ് ഫാക്കൽറ്റിയിൽ വരുന്ന ഒരു കോഴ്സ് മാസ്റ്റേഴ്സ് കോഴ്സുകളും CUT PGയുടെ അണ്ടറിൽ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ജാമ്യയിലെ സോഷ്യൽ സയൻസ് ഫാക്കൽറ്റിയിൽ ഏതെങ്കിലും ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ജാമ്യയുടെ തന്നെ സെപ്പറേറ്റ് എൻട്രൻസ് എഴുതേണ്ടി വരും. ഇനി
നമ്മള് ഫീയുടെ കാര്യം പറയാം അല്ലെ. സോ ഈ ഒരു 8 ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് വരുന്ന ഫീ സ്ട്രക്ചറിൽ ഡിഫറൻസ് ഉണ്ട്. അതിൽ മെജോറിറ്റി കോഴ്സുകൾക്കും ഇപ്പൊ പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി പോലുള്ള കോഴ്സുകൾക്ക് പിന്നെ അതുപോലെ എക്കണോമിക്സ് പോലുള്ള കോഴ്സുകൾക്ക് ഏകദേശം 9,000 സംതിങ് ആണ്, അറൌണ്ട് ഒരു 10,000 രൂപയാണ് ഒരു വർഷത്തെ ഫീ വരുന്നത്. എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി പോലുള്ള കോഴ്സുകൾക്ക്. അല്ലാത്ത ചില കോഴ്സുകൾക്ക് ഇപ്പം സോഷ്യൽ വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന MSW, പിന്നെ അതുപോലെ MA HRM പോലുള്ള കോഴ്സുകൾക്ക് ഏകദേശം 14,000 രൂപയോളം വരുന്നുണ്ട് ഒരു വർഷം എന്ന് പറയുന്നത്. ഇതിൽ അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് MSW അതുപോലെ തന്നെ MA HRM കോഴ്സുകൾക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ട, അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ പേ ചെയ്യേണ്ടി വരുന്നുണ്ട്. അത് ഏകദേശം 6,000 രൂപയാണ് MSWന് നമ്മൾ അഡീഷണൽ ആയിട്ട് പേ ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഫീൽഡ് വർക്കും മറ്റു കാര്യങ്ങളിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഇത് കൂടാതെ ഓരോ സെമ്മിലും നമ്മൾ 500 രൂപ സ്കിൽ ലാബിന് വേണ്ടിയിട്ടും പേ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയാണ് MSWയുടെ ഫീ സ്ട്രക്ചർ വരുന്നത്. MA HRM വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഈ പ്രോസ്പെക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു 14,000 സംതിങ് ആ ഒരു എമൗണ്ടിന് പുറമെ നമ്മൾ ഒരു 8,000 രൂപ പേ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഓരോ സെമ്മിലും സ്കിൻ ലാബിന് നമ്മൾ വേറെ എമൗണ്ട് പേ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയാണ് ഫീ സ്ട്രക്ചർ വരുന്നത്. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ടും ഏതെങ്കിലും സ്പെസിഫൈ ചെയ്തിട്ട് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പ്രോസ്പെക്റ്റ് വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ടെക്സ്റ്റ് ചെയ്യാം, നമ്മൾ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം പ്രോസ്പെക്ട് ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. എല്ലാ കാര്യവും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പ്രോസ്പെക്റ്റിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നിങ്ങളെ ജനറൽ സെഷനിൽ കേട്ടിട്ടുണ്ടാവും ചില കോഴ്സുകൾക്ക് നാട്ടില് നമ്മുടെ കാലിക്കറ്റ് സെന്റർ ഉള്ളത് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. സോ അത്തരത്തിൽ ഈ സോഷ്യൽ സയൻസ് ഫാക്കൽറ്റിയുടെ അണ്ടറിൽ വരുന്ന PG കോഴ്സുകൾക്ക് ഏതെല്ലാം കോഴ്സുകൾക്കാണ് നാട്ടിലെ കാലിക്കറ്റ് സെന്റർ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത് MA എക്കണോമിക്സിന് നാട്ടിൽ സെന്റർ ഉണ്ട്. നമുക്ക് MA എക്കണോമിക്സ് അവിടെ നാട്ടിൽ കാലിക്കറ്റ് പോയി എഴുതാൻ കഴിയും. രണ്ടാമത്തത് MA സോഷ്യൽ വർക്ക് MSW, പിന്നെ അതുപോലെ MA HRM, MA സൈക്കോളജി, MA ഹിസ്റ്ററി ഞാൻ ഇതിൽ ലൈക്ക് സോഷ്യൽ സയൻസ് ഫാക്കൽറ്റിയുടെ അണ്ടറിൽ വരുന്ന ഒരു കോഴ്സ് അല്ല MA ഹിസ്റ്ററി. അത് ഹ്യൂമാനിറ്റീസ് ആൻഡ് ലാംഗ്വേജിൽ വരുന്ന കോഴ്സാണ്. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. കാരണം നമ്മൾ നാട്ടിൽ ലൈക്ക് ഹിസ്റ്ററി കൺസിഡർ ചെയ്യുന്നത് ഒന്നെങ്കിൽ സോഷ്യൽ സയൻസോ അല്ലാന്നുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകളിലാണ്. ഇത് സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ് പോലുള്ള കോഴ്സുകൾ ജാമ്യയിലെ സോഷ്യൽ സയൻസിന്റെ ഫാക്കൽറ്റിയുടെ അണ്ടറിലും അതുപോലെ തന്നെ മറ്റു കോഴ്സുകൾ ഹിസ്റ്ററി, ഹ്യൂമാനിറ്റീസ് ആൻഡ് ലാംഗ്വേജിന്റെ അണ്ടറിലാണ് വരുന്നത്. സോ അതുകൊണ്ടാണ് അത് പ്രത്യേകം ഹിസ്റ്ററി ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി എനിക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ, അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ PG റിലേറ്റ് ചെയ്തത് സോഷ്യൽ സയൻസ് ഫാക്കൽറ്റിയിൽ PG കോഴ്സുകൾ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കോഴ്സുകൾ മാത്രമാണ് ഇപ്പൊ പരാമർശിച്ച് പോയിട്ടുള്ളൂ. മുന്നേ അമൻഷ UG കോഴ്സുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് PG കോഴ്സുകളെ പറ്റിയിട്ട് മാത്രം ഇവിടെ പരാമർശിച്ചത്. അത് കൺഫ്യൂഷൻ വരണ്ട, അല്ലെങ്കിൽ UG കോഴ്സുകൾ ഇല്ല എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണ്ട. UG കോഴ്സുകളും ഉണ്ട്. ഓക്കെ, ഇതാണ് മൊത്തത്തിൽ സോഷ്യൽ സയൻസ് ഫാക്കൽറ്റിയുടെ അണ്ടറിൽ വരുന്ന മാസ്റ്റേഴ്സ് കോഴ്സുകളെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ സെഷന്റെ ലാസ്റ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള റിപ്ലൈ നമുക്ക് തരാം. താങ്ക് യു.